ഓൺ ചെയ്യാവൂ. ആരതിയുടെ ഓഡിയോ ഓഫ് ചെയ്യോ? ആരതിയുടെ ഓഡിയോ. സോറി സൈറാം. ഓം ശ്രീ സൈറാം. അന്തശരീരത്തിന്റെ 130ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 131ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഓം ശ്രീ സായിരാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ഇന്ന് അനിത സി മലപ്പുറത്ത് നിന്നാണ് നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്ന ബാലവികാസ് സ്റ്റുഡന്റ്. മോളെ വീഡിയോ ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ കേട്ടോ. വീഡിയോ ഓൺ ചെയ്തോളൂ. ഓക്കെ. മോള് സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്തിട്ട് വായിക്കുക, അത് കഴിഞ്ഞിട്ട് അനുഭവം പറയുക. ശരി. സായിരാം. എന്റെ പേര് അനിത. ഞാൻ മലപ്പുറം ജില്ലയില് തേഞ്ഞിപ്പലം ബാലവികാസിലാണ് പഠിച്ചിട്ടുള്ളത്. പത്മ ചേച്ചിയായിരുന്നു എന്റെ ഗുരു. ഇനി വാണി വായിക്കാം. മനുഷ്യ ഹൃദയ പങ്കജം ഭഗവത് മാഹാത്മ്യമാകുന്ന സൂര്യപ്രകാശത്തിനു വേണ്ടി ദാഹിക്കുകയാണ്. പക്ഷേ അത്ര ക്ഷിപ്രസാധ്യമായ ഒന്നല്ല അത്. ലൗകികങ്ങളായ സകല സുഖഭോഗ വസ്തുക്കളോടുമുള്ള മമത ദൂരീകരിച്ചാൽ മാത്രമേ സദാസമയവുമുള്ള ഈശ്വര സാന്നിധ്യം ഹൃദയ കമലത്തിൽ സ്ഥിരപ്രതിഷ്ഠിതമാകുകയുള്ളൂ. ഏറ്റവും പ്രിയപ്പെട്ടത് ഉച്ചമിത്രമായിരിക്കുന്നത് ഈശ്വരൻ മാത്രമാണ്. അജ്ഞത ഭഗവാനെ നിങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിരിക്കുകയാണ്. മനുഷ്യനോടുള്ള ഈശ്വരന്റെ പ്രേമത്തിന് തുല്യമായി മറ്റു യാതൊന്നും തന്നെയില്ല. പക്ഷേ മനുഷ്യരുടെ ധാരണ ഭഗവാൻ അതിവിദൂരസ്ഥനും അഗമ്യനും അപ്രാപ്യനുമായ ഒരു ശക്തിവിശേഷം എന്ന രീതിയിലാണ്. നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്നും എത്രയോ കോടി നാഴിക ദൂരത്താണ്. അതിനാൽ ചെറിയ പുള്ളികൾ പോലെയാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത്. അതേവിധം ഈശ്വരനെയും മനസ്സിലാക്കുന്നു. അതിനു കാരണം ഈശ്വരനിൽ നിന്നും അത്ര അധികം ദൂരെയാണവർ. ഈശ്വരൻ ഇല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനർത്ഥം അവർ ഈശ്വരനിൽ നിന്നും വളരെ വളരെ ദൂരെയാണ് എന്നാണ്. പച്ച തണ്ണിമത്തൻ വെള്ളത്തിലിട്ടാൽ താഴും. ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് അത് വെള്ളത്തിലിടുന്നതെങ്കിൽ പൊങ്ങിക്കിടക്കും. നിങ്ങളും അത്തരത്തിൽ ഉണങ്ങി വരേണ്ട നിലയിൽ എത്തിച്ചേരണം. സാധനങ്ങളോടുള്ള പ്രതിപത്തി, മമത, ആശകൾ, മനോവൈഷമ്യങ്ങൾ, വിഷാദങ്ങൾ ഇവയെല്ലാം അകറ്റണം. അപ്പോൾ ജീവിതത്തിൽ എന്തു വന്നു ചേർന്നാലും അവയിലൊന്നും ചഞ്ചലമാകാത്ത മനസ്സോടെ പ്രശാന്തമായി അവയെല്ലാം തരണം ചെയ്യാൻ. ആവിയായാൽ ജലം പോലും ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നു. നിങ്ങളും അതുപോലെ സകലവിധമായ ബന്ധനങ്ങളിൽ നിന്നും വിമുക്തരായി ആശകൾ, മമതകൾ, മറ്റു കെട്ടുപാടുകൾ ഇവയാൽ കനം ഇല്ലാത്തവരായി മുകളിലേക്ക് ഉയർന്നുയർന്നു പോകുക. യോഗം എന്ന പദത്തിന്റെ വ്യാഖ്യാനം ചിത്തവൃത്തി നിരോധം എന്നാണ്. അന്ധകരണത്തെ ചഞ്ചലമാക്കുന്ന വികാരങ്ങളെ തടയുക, അതാണ് യോഗാഭ്യാസനം. ഈ വികാരങ്ങളാണ് വിഷമഹേതുക്കൾ. തിന്മയിലേക്ക് നിങ്ങളെ വലിച്ചിഴയ്ക്കാൻ ശക്തമായ ആഗ്രഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. സത്യത്തെ കണ്ടെത്തുന്നതിനുള്ള ഉത്കൃഷ്ടമായ ആ തൃഷ്ണ മാത്രമേ നിങ്ങളിൽ അവശേഷിക്കാവൂ. ആ സത്യം നിങ്ങളുടെ ഉള്ളിൽ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടറ്റം വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിലും ദാഹം കൊണ്ട് പരവശനായി കഴിയുന്ന അലക്കുകാരനെ പോലെ മനുഷ്യനും
കൈയെത്തുന്ന അത്ര അടുത്താണ് പ്രതിവിധി സ്ഥിതി ചെയ്യുന്നതെങ്കിലും അത് കിട്ടാതെ കുഴയുകയാണ് ചെയ്യുന്നത്. ഈശ്വരൻ അന്തര്യാമിയാണ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുകയാണ്. അപ്രകാരം ഇരിക്കെ വെളിയിൽ തിരക്കിയാൽ ഈശ്വരനെ കിട്ടുമോ? അനന്യചിത്തനായി ഭഗവാനെ പ്രേമിക്കുക. ഭഗവാനില്ലാതെ ജീവിച്ചിരുന്നിട്ടും പ്രയോജനമില്ല എന്ന നിലയിൽ എത്തിച്ചേരുക. സകലതും ഭഗവാൻ തന്നെ എന്ന ബോധ്യം ഉണ്ടാകട്ടെ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഭഗവാന്റേതും ഭഗവാൻ നിങ്ങളുടേതും ആയിത്തീരും. അതിനേക്കാൾ നല്ല എന്തു ബന്ധമാണുള്ളത്? പലരും വിശന്നിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ള വിചാരത്താൽ അടുക്കളയിൽ എത്തി നോക്കിയെന്ന് വരാം. പക്ഷെ നിങ്ങളാണ് യജമാനന്റെ സ്വന്തം പുത്രനെങ്കിൽ നിങ്ങൾക്കായിരിക്കും ആദ്യം വിളമ്പിത്തരുന്നത്. അത്തരത്തിലുള്ള ദിവ്യപ്രേമം നിങ്ങളിൽ ജനിപ്പിക്കാൻ നാമത്തിന് ശക്തിയുണ്ട്. വൃക്ഷത്തിന്റെ രണ്ടു ശാഖകൾ തമ്മിൽ അതിശക്തിയായി കുറെ നേരം ഉരസിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വൃക്ഷത്തെ തന്നെ കത്തിച്ചു കളയാൻ പര്യാപ്തമായ തീ ഉണ്ടാക്കത്തക്ക ചൂട് ആ ഉരസലിൽ നിന്നും സംജാതമാകും. അതുപോലെ ഒരു നാമം മറ്റൊരു നാമത്തോട് ഉരസി അതിഗാഠമായി ശക്തിയോടെ വേണ്ട വിധം ഉച്ചരിക്കപ്പെടുമ്പോൾ ജ്ഞാനാഗ്നിയുടെ തീപ്പൊരികൾ മനസ്സിൽ ജ്വലിക്കാൻ ഇടയാകുന്നു. ഗീത പറയുന്നു, ജ്ഞാനാഗ്നി ദഗ്ധ കർമാണ. ജ്ഞാനമാകുന്ന അഗ്നി കർമ്മഫലങ്ങളെ ചുട്ടു ചാമ്പലാക്കുന്നു. അപ്പോൾ കർമ്മഫലങ്ങൾക്ക് മനുഷ്യനെ യാതൊരു തരത്തിലും പീഡിപ്പിക്കാൻ സാധിക്കുകയില്ല. കത്തി ചാമ്പലായ കയറിനെ കെട്ടിവരിയാനുള്ള ശക്തി എപ്രകാരം നഷ്ടപ്പെട്ടോ അതേവിധം കർമ്മഫലങ്ങൾ അവശേഷിക്കുന്നിടത്തോളം കാലം അവ അനുഭവിച്ചു തീർക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നു. കർമ്മമാകുന്ന സ്ലേറ്റിൽ എഴുതപ്പെടുന്ന കണക്കുകൾ ബാക്കി വെക്കാതെ ശരിയാക്കണം. എങ്കിൽ മാത്രമേ വരവ് ചിലവ് കണക്കുകളായ ജനനവും മരണവും തുല്യമാക്കി ഇനി ബാക്കി ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള നിൽ ബാലൻസ് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ആശകൾ അഥവാ ആഗ്രഹങ്ങളാണ് ഏതു പ്രവൃത്തിയുടെയും പിന്നിലെ ശക്തി. ആഗ്രഹമാണ് പ്രവർത്തനത്തിന്റെ മൂലകാരണം. എല്ലാവിധ ആഗ്രഹങ്ങളും സഫലീകൃതമായി സമ്പൂർണമായ സംതൃപ്തി കൈവന്ന ജനങ്ങളിൽ നിന്നും പിന്നെ പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ആഗ്രഹമില്ലാത്തവർ ആത്മാരാമന്മാരായി ആത്മാവിൽ രമിച്ച് പരമാനന്ദം നുകർന്നു കഴിയുകയാണ്. കർമ്മഫലം ശകലമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ദേഹത്തിൽ തടവുകാരനായി ജനിച്ചേ പറ്റൂ. പിന്നെയും കർമ്മഫലാനുഭവത്തിനായി ജനിക്കേണ്ടിയിരിക്കുന്നു. കർമ്മഫലങ്ങളെ ഇനിയും അവശേഷിപ്പിക്കയില്ല എന്ന് ദൃഢവ്രതം എടുക്കാം. അത് 4 വിധത്തിലാണ്. അതാണ് ശാസ്ത്രവിധി. അതായത് അണഞ്ഞു കിടക്കുന്ന തീയിൽ ഒളിഞ്ഞു കിടപ്പുള്ള തീപ്പൊരികളെ ശകലം പോലും ബാക്കി വരാതെ ചവിട്ടി മെതിച്ച് കെടുത്തി കളയുന്നത് പോലെ, ഒരു വലിയ അസുഖത്തെ അതിന് കാരണമായ കാര്യത്തെയും അതിന്റെ സകലവിധ ലക്ഷണങ്ങളെയും തെല്ലും അവശേഷിക്കാതെ ഉന്മൂലനാശം വരുത്തുന്നത് പോലെ, കടബാധ്യത ഒരു പൈസ പോലും ബാക്കിയിട്ടേക്കാതെ സകലതും കൊടുത്തു തീർക്കുന്നത് പോലെ, സകലതും അനുഭവിച്ചു തീർത്ത് ബാക്കി കർമ്മം ഒന്നും ഇല്ലാതാക്കി തീർക്കണം. ഒരു തീപ്പൊരിയെങ്കിലും ഉണ്ടായാൽ അതിനു നിമിത്തം അഗ്നി ജ്വലിക്കാൻ ഇടവന്നേക്കാം. ഒരു രോഗാണു ശേഷിച്ചാൽ അത് പെരുകി വർദ്ധിച്ചു രോഗം വീണ്ടും ആവർത്തിച്ചേക്കാം. കടം അല്പമെങ്കിലും ബാക്കിയായിട്ടിരുന്നാൽ അത് പലിശയും പലിശയ്ക്കുമേൽ പലിശയുമായി വർദ്ധിച്ച് വൻ തുക ആകും. കർമ്മം എത്ര തന്നെ പരിശുദ്ധമാണെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കാനുള്ള ആശയോട് കൂടിയാണ് ചെയ്തതെങ്കിൽ അത് അനുഭവിക്കാൻ വേണ്ടി തീർച്ചയായും വീണ്ടും ജനിക്കേണ്ടി വരും. ആദ്യത്തെ ഘട്ടം കർമ്മ ജിജ്ഞാസ. ശരിയായ വിധത്തിലും ശരിയായ മനോവൃത്തിയിലും കർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതിനടുത്തുള്ള ഘട്ടമാണ് ധർമ്മ ജിജ്ഞാസ. സമുദായത്തിന്റെ ഭദ്രതയ്ക്കായി അനുഷ്ഠിക്കപ്പെടേണ്ട ചട്ടങ്ങളും പെരുമാറ്റക്രമങ്ങളും സമുദായത്തോടുള്ള തന്റെ കർത്തവ്യവും കടപ്പാടും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. പ്രവർത്തന രീതിയും ധർമ്മങ്ങളും ഇപ്രകാരം രൂപം കൊള്ളുന്നു. ഒടുവിലത്തേതാണ് ബ്രഹ്മജിജ്ഞാസ. അതിന് പ്രകാരമുള്ള ആദ്യ സാധനയായി നാമസ്മരണയുടെ മാഹാത്മ്യം മനസ്സിലാക്കുക. നാമം എന്നത് മാധുര്യമാണ്, പഞ്ചസാരയാണത്. പഞ്ചസാര കൊണ്ട് ഏത് രൂപത്തിലുള്ള പാവയും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പൂച്ചയുടെയോ മുയലിന്റെയോ ആനയുടെയോ കഴുകന്റെയോ ഏത് രൂപത്തിൽ വേണമെങ്കിലും പഞ്ചസാര പാവ ഉണ്ടാക്കാം. രൂപം ഏതായാലും അതിലെ മാധുര്യവും ദേഹത്തിനു ലഭിക്കുന്ന ശക്തിയും തുല്യം തന്നെ. അതേമാതിരിയാണ് നാമസ്മരണ എന്ന സാധന. ഏത് നാമവും സ്വീകരിക്കാം. ഓം ശക്തി എന്നോ, ഓം ശ്രീനിവാസ എന്നോ, ഓം പരമാത്മ എന്നോ, ഓം സായി രാമ എന്നോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ നാമം സ്വീകരിക്കുക. നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും ഉള്ള ശക്തി നാമങ്ങൾക്കെല്ലാം തുല്യം തന്നെ. ഈശ്വര ചിന്തയിൽ ഏത് നേരം തുടരുവാൻ നാമസ്മരണ സഹായിക്കുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കൂ, ബ്രേക്ക് ആവുന്നുണ്ടല്ലോ.
ഈശ്വര ചിന്തയിൽ ഏറെ നേരം തുടരുവാൻ നാമസ്മരണ നിങ്ങളെ സഹായിക്കുന്നു. ഓം ശ്രീ സായിറാം. കഴിഞ്ഞു. മോളുടെ സെലക്ഷൻ ഓഫ് സായി വാണി വാസ് വെരി ബ്യൂട്ടിഫുൾ. വോയിസും വളരെ നന്നായിരുന്നു. നീ അനുഭവം പറഞ്ഞോളൂ. സായിറാം, ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഞാൻ പത്മ ചേച്ചിയുടെ ബാലവികാസിലായിരുന്നു. മലപ്പുറം ജില്ലയിൽ തേഞ്ഞിപ്പലം ബാലവികാസില് പത്മ ചേച്ചിയാണ് എന്റെ ബാലവികാസ് ഗുരു. ഞാൻ സ്വാമിയായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നതും ബാലവികാസിലൂടെയാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ബാലവികാസിലേക്ക് പോകുന്നത്. അപ്പൊ പത്മ ചേച്ചി പറഞ്ഞു വിടുകയാണ് നമ്മളെ ബാലവികാസന് അയക്കണം എന്ന്. അങ്ങനെ അച്ഛനും അമ്മയും ഞങ്ങളെ ബാലവികാസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബാലവികാസം എന്ന് പറഞ്ഞാൽ ഒരു മിനി സ്കൂള് തന്നെയായിരുന്നു. ഒരുപാട് കുട്ടികളായിരുന്നു. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകുന്നതേ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ബാലവികാസ് ഇഷ്ടപ്പെടുക? അങ്ങനെ ഞാൻ അതിനും പോകാൻ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പറയും, ഞാൻ പോവില്ല അച്ഛാ, പ്ലീസ് എന്നെ വിടരുത് എന്നൊക്കെ പറയും. ഞാൻ പോവാൻ വേണ്ടിയിട്ട് അച്ഛൻ കടയിൽ പോയിട്ട് മിഠായി ഒക്കെ വാങ്ങി തന്നിട്ടാണ് ബാലവികാസന് അയക്കുക. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ബാലവികാസിന് പോകുന്നു. അപ്പൊ പത്മ ചേച്ചിയുടെ വീടിന്റെ താഴെ ഒരു വീട് പോലെ അവിടെ വെച്ചിട്ടാണ് നമുക്ക് ബാലവികാസം നടക്കുക. അവിടെ ഒരുപാട് നമുക്ക് ക്ലാസ് നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരിക്കും. ദൈവങ്ങളുടെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ, പരമശിവന്റെ, ഗണപതിയുടെ ഒക്കെ. അതിന് സെന്ററിലായിട്ട് സ്വാമിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് സ്വാമിയുടെ ഒരു ചെയറും ഉണ്ടായിരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലം ഞാൻ സ്വാമിയുടെ ആ ഫോട്ടോ കണ്ടിട്ടേ ഇല്ല. അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എന്തിനാണ് അതെന്ന് പോലും ചിന്തിക്ക് പോലും ഉണ്ടായിട്ടില്ല അവിടെ സ്വാമിയുടെ ചെയർ കാണുമ്പോൾ. പക്ഷെ എനിക്ക് അറിയായിരുന്നു അവിടെ വേറെ ഏതോ ഒരു ദൈവമാണ്. പക്ഷെ സ്വാമിയാണ് അതെന്ന് ഞാൻ ചിന്തിക്കുന്ന പോലും മനസ്സിലാക്കാൻ കൂടി പറ്റാത്തൊരു രീതിയിലായിരുന്നു. അങ്ങനെ എനിക്കറിയാം അവിടെ ആരോ ആണ്, ഏതോ ഒരു മാജിക് കാണിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. ആരൊക്കെയോ പറഞ്ഞത് എന്റെ ഒരു ചെറിയ മനസ്സിൽ കയറിയതായിരിക്കാം. അങ്ങനെ ഞാൻ ഒരു ദിവസം ബാലവികാസിലെ എന്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, അതെന്താണ് അവിടെ ഒരു ചെയർ, ഒന്ന് പറയൂ. അപ്പൊ അവളാണ് എനിക്ക് പറഞ്ഞു തരുന്നത്, അത് ഇവിടുത്തെ സ്വാമിയുടെ ചെയറാണ്, അതിൽ നമ്മളൊന്നും പോയി ഇരിക്കാൻ പാടില്ല കേട്ടോ, നമ്മളൊന്നും ഇരിക്കരുത്, ഇവിടുത്തെ സ്വാമിയാണ് ഇത്, ഇതാണ് സായിബാബ എന്ന് പറഞ്ഞിട്ട് അവളാണ് ആ പടം എനിക്ക് കാണിച്ചു തരുന്നത് ആദ്യമായിട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ബാലവികാസ് എടുക്കുന്ന പത്മ ചേച്ചിയുടെ ആ വീടാണ് സ്വാമിയുടെ വീട്. അവിടെ സ്വാമി വികാസ് നടക്കുന്ന സമയത്ത് സ്വാമി പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാലവികാസ് കഴിഞ്ഞാൽ സ്വാമി ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ റൂമിലേക്ക് വരുന്നു. അവിടെ അടുത്ത് സ്വാമി നിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പിന്നീട് ബാലവികാസ് വഴി പത്മ ചേച്ചിയാണ് പറഞ്ഞിരുന്നത് സ്വാമി ഒരു അവതാര പുരുഷനാണെന്ന്. അതുവരെ സാധാരണ നമ്മളെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനാണ്, എന്തോ ഒരു മാജിക് അറിയുന്ന ആളാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ചേച്ചിയാണ് സ്വാമിയുടെ കഥകൾ പറഞ്ഞു തരുന്നത്, നമ്മളെ ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഭജന പാടാൻ പഠിപ്പിക്കുന്നത്, അഷ്ടോത്തരം, സുപ്രഭാതം ഒക്കെ ചേച്ചിയാണ് പറഞ്ഞു തരുന്നത്. പിന്നീട് ബാലവികാസ് ശരിക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയായിരുന്നു. ആദ്യമൊക്കെ പോവില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് വാശി പിടിക്കുന്ന ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ ഏട്ടനും അനിയത്തിയും നമ്മൾ 3 പേരും ഒരുമിച്ചാ പോവാ. നമ്മൾ 3 പേരും കൂടി പോവാണ്. അങ്ങനെ ചേച്ചി നമുക്ക് ഇവിടുന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. നമ്മളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുകയും ചെയ്യായിരുന്നു ശ്ലോകങ്ങളൊക്കെ. അന്ന് പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി, ഇതൊക്കെ പഠിക്കണം, സ്വാമിയെ പറ്റി അറിയണം എന്നൊക്കെ. ഈശ്വരാംബ ഡേ വരെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെക്കേഷൻ എന്ന് പറയുന്നത് ബാലവികാസാണ്, പത്മ ചേച്ചിയുടെ വീടാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഡാൻസ് പ്രാക്ടീസ്, ഡ്രാമ പ്രാക്ടീസ്, അതുപോലെ തന്നെ ക്വിസിന് വേണ്ടി പഠിക്കുന്നു, സുപ്രഭാതം പഠിക്കുന്നു, അഷ്ടോത്തരം പഠിക്കുന്നു. നമ്മൾ അവിടെ തന്നെയായിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. എല്ലാ കുട്ടികളും ഈശ്വരാംബ ഡേ കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാറൊക്കെ ഉള്ളൂ. നമ്മൾ എവിടെയും താമസിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാറുള്ളൂ. ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് 3rd ഗ്രൂപ്പ് കഴിയുന്നത്. അങ്ങനെ ചേച്ചി നമ്മളെ കുറച്ചുപേരെ പുട്ടവർത്തിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വാങ്ങി തരാണ്. ആ സമയത്തൊക്കെ ചേച്ചി നമ്മളെ ബാലവികാസിൽ പഠിപ്പിച്ചതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ചേച്ചി എപ്പോഴും പറഞ്ഞിരുന്നിരുന്നു, നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത്. കള്ളം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങൾ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും കള്ളം പറയരുതെന്ന് ചേച്ചി പറഞ്ഞിരുന്നിരുന്നു. ആ ഒരു കാര്യം അന്ന് ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും എന്തിനാണ് നുണ പറയുന്നത്, പിന്നെയും നമ്മൾ നുണ പറയേണ്ടി വരുമല്ലോ എന്നൊക്കെ നമ്മൾ ബാലവികാസിലെ ഫ്രണ്ട്സ് തന്നെ ഡിസ്കസ് ചെയ്യായിരുന്നു. അതുപോലെ ചേച്ചി പറഞ്ഞ ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സ്വാമി കാണുന്നില്ല എന്ന് വിചാരിക്കരുത്, സ്വാമി എല്ലാം കാണുന്നുണ്ട് കേട്ടോ എന്ന്. അന്ന് എന്നിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര അത്ഭുതത്തോടെ, ശരിക്കും ചേച്ചി സ്വാമി കാണുന്നുണ്ടാവോ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്ന് ചോദിക്കായിരുന്നു. അപ്പൊ ചേച്ചി പറയും, നമുക്ക് സ്വാമിയെ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, സ്വാമി നമ്മളെ ശരിക്കും കാണുന്നുണ്ട് കേട്ടോ എന്ന് ചേച്ചി പറയായിരുന്നു.
അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിലും അയ്യോ സ്വാമി നമ്മളത് ചെയ്തു പോയിട്ടോ, സോറി അറിയാതെ ചെയ്തതാണ്, സ്വാമി കണ്ടിട്ടുണ്ടാവും നമുക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ അതെപ്പോഴും ഇപ്പോഴും ഒരു ചിന്തയാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ സ്വാമി അത് കണ്ടിട്ടുണ്ടാവോ എന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കായിരുന്നു. അതുപോലെ അച്ഛനും അമ്മയാണ് ദൈവം എന്ന് പഠിപ്പിച്ചെന്ന ഒരാള് ചേച്ചിയാണ്. ബാലവികാസാണ് നമ്മൾ അത് പഠിപ്പിച്ചെന്നത്. നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറണം. ഒരാളോടും വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യം വെക്കരുത്. നമ്മളോട് തെറ്റ് ചെയ്യുന്ന നമ്മുടെ ശത്രുവിന് പോലും നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ മനസ്സ് മാറണേ ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചേച്ചിയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതെല്ലാം ശരിക്കും ബാലവികാസിലൂടെയാണ് സ്വാമിയെ അറിയുന്നത്. ചേച്ചിയാണ് പറയുന്നത്. ചേച്ചി ഒരിക്കലും നമ്മളെ ഇങ്ങനെ നിങ്ങൾ സായിബാബയെ തന്നെ പ്രാർത്ഥിക്കൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനെ പ്രാർത്ഥിച്ചോളൂ, അത് സ്വാമി തന്നെയാണ് എന്നാണ് ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളത്. ഞങ്ങളാണ് വാശി പിടിച്ചത് നമുക്ക് സ്വാമിയെ പറ്റിയെന്ന് അറിയണം. അതുപോലെ വീട്ടിലേക്കായാലും നമ്മളാ പറയുന്നത് നമ്മളെ വീട്ടില് സ്വാമിയുടെ ഫോട്ടോ ഒന്നുമില്ല, നമുക്ക് ഫോട്ടോ വേണം. അങ്ങനെ ചേച്ചി നമുക്ക് ഫോട്ടോസ് ഒക്കെ തരും, സ്വാമിയുടെ ഫോട്ടോ ലോക്കറ്റ്സ് ഒക്കെ തരും നമ്മൾ ചോദിക്കുമ്പോൾ. എന്നിട്ട് അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ഞങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഞാനും സിബ്ലിങ്സുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് സ്വാമിക്കിനെ വീട്ടിലേക്ക് കൊണ്ടുവരണം, നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മളെ വീട്ടിൽ ഭജന വേണം എന്നൊക്കെ. എല്ലാ വിജയദശമിക്കും ബാലവികാസിൽ എല്ലാ കുട്ടികളുടെ വീട്ടിലും ഭജന ഉണ്ടാവും. അപ്പൊ ഞങ്ങളും പറയും, ചേച്ചി പറയും ഓക്കെ, പത്മ ചേച്ചി പറയും എന്നാ നിങ്ങളെ വീട്ടിലും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, നമ്മളെ വീട്ടിലും ഭജന വരാൻ പോവാണ്, നമ്മളും ഭജന പാടാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ സ്വാമിയെ നമ്മൾ വീട്ടിലേക്ക് ഫോട്ടോ കൊണ്ടുവരുന്നത് നമ്മളാണ്. സ്വാമിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്, സ്വാമിയുടെ കഥകൾ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കുന്നത് നമ്മളാണ്. ശരിക്കും ഒരിക്കലും നമ്മളിപ്പോ സ്കൂളിലൊക്കെ സംസാരിക്കുമ്പോഴും അതുപോലെ ഫ്രണ്ട്സ് ഒക്കെ വീട്ടിലേക്ക് വരുമ്പോൾ സ്വാമിയുടെ ഫോട്ടോ കാണും. അപ്പൊ അവരൊക്കെ പറയും നിങ്ങൾ സായിബാബയുടെ ആൾക്കാരാണോ? അപ്പൊ എനിക്ക് സായിബാബ എന്ന് കേൾക്കുമ്പോൾ എന്തോ പോലെയാ. നമ്മൾ സ്വാമി സ്വാമി എന്ന് പറയുമ്പോൾ സായിബാബ എന്ന് പറയുമ്പോൾ അത് വേറെ ഏതോ ഒരാള് എന്നുള്ള ഒരു രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യത്തെ കാലത്തൊക്കെ എല്ലാവരും ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ നമ്മൾ സ്വാമിയുടെ കാര്യമൊന്നും ഫ്രണ്ട്സിന്റെ ഇടയിൽ പറയില്ല, അവർ നമ്മളെങ്ങനെ കളിയാക്കും. പിന്നെ വലുതായി ഒരു PT ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉള്ളവർക്കായാലും അറിയാം ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്, അതിൽ നമ്മൾ കൈക്കടത്തരുത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കളിയാക്കുന്ന കൂട്ടുകാരോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു വിഷമവും തോന്നിയിട്ടില്ല. നമുക്ക് എപ്പോഴായാലും ഇപ്പൊ സ്വാമിയുടെ ഈ കാര്യത്തിന് വേണ്ടി ബാലവികാസിൽ പോയി സ്വാമിയെ പറ്റി അറിഞ്ഞു, സ്വാമിയെ പ്രാർത്ഥിക്കുന്നു, അതൊന്നും ഒരു തെറ്റായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടേ ഇല്ല. മറ്റുള്ളവർ മുന്നിൽ കാണിക്കുകയാണെങ്കിലും മറ്റുള്ളവർ കളിയാക്കിയാലും ഞാൻ അത് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. സ്വാമിയെ അറിയാൻ കഴിഞ്ഞതും സ്വാമിയെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതും ബാലവികാസിന് പോകാൻ കഴിഞ്ഞതും ഒക്കെ ഒരു ഭാഗ്യമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊരു തെറ്റാണെന്നോ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്നൊന്നും ഒരിക്കലും ഒരു തെറ്റും തോന്നിയിട്ടില്ല. സ്വാമി ഇങ്ങനെയൊക്കെ ഒരു ബാലവികാസിലൂടെ സ്വാമിയെ അറിയാനൊരു അവസരം തന്നതിൽ ഇപ്പോഴും ബ്ലെസ്ഡ് ആണ് എന്നേ തോന്നിയിട്ടുള്ളൂ. അതിന് എന്റെ ബാലവികാസ് ഗുരുവായിട്ടുള്ള പത്മ ചേച്ചിയോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്. ചേച്ചിയാണ് സ്വാമിയെ ശരിക്കും പറഞ്ഞു തന്നത്, സ്വാമി ആരാണ്, സ്വാമിയുടെ കഥകള് ഒക്കെ പറഞ്ഞു തന്നത്. അതിന് ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും ബാലവികാസ് ഇല്ലെങ്കിൽ നമുക്ക് സ്വാമി എന്ന് പറയുന്ന ഒരാളെ ചിലപ്പം മറ്റുള്ളവർ പറയുന്ന ഒരുപാട് നെഗറ്റീവ് പോലെ ഞാനും ഇങ്ങനെ അങ്ങനെ ഒരു ആള്, ഒരു മാജിക് കാണിക്കുന്ന ആള് എന്ന് വിശ്വസിച്ചിരിക്കാം. പക്ഷെ ഇപ്പൊ ശരിക്കും സ്വാമിയെ അറിയുമ്പോൾ സന്തോഷാണ് ഉള്ളത്. നമുക്ക് ചേച്ചി എപ്പോഴും പറയായിരുന്നു, വ്യക്തിപരമായിട്ട് നമുക്ക് ഒന്നും ആവാൻ കഴിഞ്ഞില്ല, ഒരു നല്ല ജോലിയിലോ പദവിയിലോ എത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ സ്വഭാവം കൊണ്ട് മറ്റുള്ളവരിൽ നമുക്ക് ഒരു പ്രീതി ഉണ്ടാക്കിയെടുക്കാന്ന് ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ട് പോലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാനൊക്കെ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു വ്യക്തിയായിട്ട് എന്നെ മാറ്റിയതിൽ ബാലവികാസിനും എന്റെ ബാലവികാസ് ഗുരുവിനും അതുപോലെ സ്വാമിയോടാണ് ഞാൻ നന്ദി പറയുന്നത്. അതുപോലെ ചേച്ചിയോടും. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്നൊന്നും എനിക്കറിയില്ല. താങ്ക് യു സായിര. ബാലവികാസ് ഗുരുവായ പത്മയ്ക്കും ബാലവികാസ് കുട്ടിയായ അനിതയ്ക്കും കൺഗ്രാജുലേഷൻസ്. വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ആരതി സ്വാമിയുടെ വെച്ചോളൂ. ఒక రేడియో ఉంటుంటది. There is a radio. ఆ రేడియో లోపల ఏదైనా ఒక స్టేషన్ మనం పెట్టుకున్నాం. You have switched on the radio and put a station. దాన్ని శబ్దంగా పెట్టుకోవచ్చును, చాలా నెమ్మదిగా కూడా పెట్టుకోవచ్చును. వాయిస్ The volume may be more or the ఈ volume may be less. వాల్యూమ్ లోపల నీవు ఏమాత్రము వ్యత్యాసం చేయనక్కర్లేదు. There is no need for considering about the అయితే volume. దాన్ని స్టార్ట్ చేసి పెట్టావంటే Once you on the నీవు radio, విను వినకపో
whether you listen to radio or అది not, పెద్ద శబ్దంగా పెట్టు లేక చిన్న శబ్దంగా పెట్టు, whether the volume is more or less. ఎన్నో యూనిట్లు కరెంట్లు వ్యస్తమవుతుండాలి. So many units of current is used up. అదే విధంగానే మన దేహం ఒక రేడియో వంటిది. Our body may be compared to a radio. మనం నిరంతరము యోచన చేస్తున్నాం, మాట్లాడుతున్నాం, గట్టిగా మాట్లాడుతున్నాం, తనలో తాను మాట్లాడుతున్నాం, నిద్రలో మాట్లాడుతున్నాం, నిద్ర వచ్చేంత వరకు మాట్లాడుతున్నాం. ఎప్పుడు చూసినా తెల్లవారి లేచింది మొదలు రాత్రి పరుండున్నంత వరకును మనలో మనం మాటలు జరుగుతూనే ఉంటున్నాయి. Right from dawn to dusk, whether sleeping, we are continuously indulging in talking to ourselves. తద్వారా ఎన్ని విధములైనటువంటి ఎంత ఎనర్జీ మనకు వ్యర్థమైపోతుండాలి. On account of such a talk, so much of energy is ఈ wasted. ఎనర్జీ వేస్ట్ కావటం చేతనే ఎలర్జీగా మారిపోతుండాలి On జీవితం. account of wasting of this energy, life has developed into an allergy. కనుక ఈ దేహమునందు ఉండేటువంటి శక్తిని അനിത ഭജന പാടിക്കോളൂ കേട്ടോ. ഓക്കെ. चित्त चोरा यशोदा के बाल, नवनीत चोर गोपाल. चित्त चोरा यशोदा के बाल, नवनीत चोर गोपाल. गोपाल गोपाल गोपाल, गोवर्धन धर गोपाल. गोपाल गोपाल गोपाल, गोवर्धन धर गोपाल. गोपाल 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 गोपाल, गोवर्धन धर गोपाल. चित्त चोरा यशोदा के बाल, नवनीत चोर गोपाल. गोपाल गोपाल गोपाल, गोवर्धन धर गोपाल. गोपाल गोपाल गोपाल, गोवर्धन धर गोपाल. चित्त चोरा यशोदा के बाल, नवनीत चोर गोपाल. സൈരം നാളെ വായിക്കുന്നത് അനുശ്രീ സി, മലപ്പുറത്ത് നിന്ന് തന്നെ. എനിക്ക് തോന്നുന്നു അനിതയുടെ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു. നെയിം സായി ഉപമ. നിങ്ങൾ എണ്ണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു, എന്നാൽ ഈശ്വരൻ ഗുണമേന്മയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഈശ്വരന് നിങ്ങൾ നിവേദിക്കുന്ന മധുര പലഹാരത്തിന്റെ അളവ് ഈശ്വരൻ നോക്കുന്നില്ല. നിങ്ങൾ എത്ര മധുരമായ വാക്കുകൾ ഉച്ചരിച്ചുവെന്നോ, നിങ്ങളുടെ ചിന്തകളിൽ എത്ര മാധുര്യം കലർത്തിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഈശ്വരൻ നോക്കുന്നത്. അവിടുത്തേക്ക് ഭക്തിയാകുന്ന സുഗന്ധപത്രവും വികാരങ്ങളും വിചാരങ്ങളുമാകുന്ന പുഷ്പങ്ങളും അർപ്പിക്കുക. അവ കാമക്രോധ ലോഭം ആദിയായ പുഴുക്കുത്തുകൾ ഇല്ലാത്തവ ആയിരിക്കണം. മധുരമുള്ളതോ പുളിയുള്ളതോ രസമുള്ളതോ ഉണങ്ങിയതോ കയ്പുള്ളതോ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ മനസ്സാകുന്ന തോട്ടത്തിൽ ഉണ്ടായ ഫലങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈശ്വരന് സമർപ്പിക്കേണ്ടത്. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി.
ശാന്തിഃ. ജയ് സായിരാം. സായിരാം സായിരാം സായിരാം. സായിരാം സായിരാം സായിരാം. സായിരാം സായിരാം സായിരാം. ഓക്കെ കഴിഞ്ഞു.